ചിന്നു നീ പോയി തുറക്ക്. ആ പിന്നെ ചേട്ടനങ്ങ് തുറന്നാ മതി. എടി പെണ്ണെ, നീ എന്നെ കൊലക്കി കൊടുക്കല്ലേ? വേറെ വഴിയൊന്നുമില്ല, ചേട്ടനല്ലേ മുത്തത്, പോയി തുറക്ക്. ചേട്ടാ ഒരു മിനിറ്റ്. എന്താ? എന്റെ കൂടെ തന്നെ നിക്കണേ, ദയവ് ചെയ്ത് ആ കല്യാണത്തിന് സമ്മതിക്കില്ലേ? ഞാനായിട്ട് സമ്മതിക്കൂല. പക്ഷെ ഞാൻ പറയുന്നത് നിന്റെ പപ്പ കേൾക്കൂല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്തായാലും ആ ചെക്കനെ വിളിച്ച് പറയാൻ നോക്ക്. അതൊക്കെ ഞാൻ എപ്പോഴേ പറഞ്ഞേ. ഞാൻ വാതിൽ ഓർക്കട്ടെ, ഇല്ല ഇപ്പൊ തല്ലി പൊളിക്കൂ. അയ്യോ ഈശ്വര, എല്ലാ പ്രശ്നവും എന്താ എന്റെ തലക്കന്നെ വന്ന് വീഴുന്നേ. പപ്പ മമ്മി സുഖല്ലേ? എന്ത് വൃത്തിയായിട്ട് അഭിനയം. ഇതിന് നാച്ചുറലായി അഭിനയിക്കാനും അറിയില്ല. മമ്മി സുഖല്ലേ നിനക്ക്? ഓ എത്ര കാലായിന്നറിയ എന്റെ മോളെ കണ്ടിട്ട്. അതിന് മമ്മിക്ക് നടക്കി ഇങ്ങോട്ട് വന്നൂടെ? അതെന്ത് വർത്താനാ, നിനക്ക് അങ്ങോട്ട് വന്നൂടെ? അതാകുമ്പോ നിനക്ക് അവിടെ പഠിക്കാലോ. അതൊന്നും ശരിയാവൂല. മമ്മി ഇരിക്കും, ഞാൻ എന്താ കുടിക്കെടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. സ്വന്തം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സുഖം വേറെ തന്നെയല്ലേ. നീ എന്താടാ പോകുന്നേ? ഞാനിനി 1 മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഓ, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം, കുറെ കാര്യം പറയാനുണ്ട് കേട്ടോ ചിന്നോ. ആ പപ്പ. ആന്റി എവിടെ? ആന്റി ഇന്ന് വന്നില്ലല്ലോ. ആണോ? അപ്പൊ നിങ്ങൾ രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ചേട്ടൻ ഉണ്ടാക്കി തന്നു. എന്നാ ഉച്ചത്തേക്ക് മമ്മി ഉണ്ടാക്കി തരാട്ടോ. ചേട്ടാ എങ്ങനെ പറയും? എനിക്കറിയില്ല, പപ്പയും മമ്മിയൊക്കെ നല്ല മൂഡിലാ. വെറുതെ കുറെ കാലത്തിന് ശേഷം ഞാൻ ഇവരെ ഇങ്ങനെ ചിരിച്ചു കാണുന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്കാണെ മമ്മീന്റെ മോൻ കണ്ടിട്ട് ഇത് പറയാനും തോന്നുന്നില്ല. മമ്മീനോട് പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ പപ്പ പറഞ്ഞാ നീ തീർന്നു മോളെ. അയ്യോ, ഞാൻ എന്തായാലും സജിനേട്ടനോടൊന്ന് വീട്ടിൽ സൂചിപ്പിച്ചിടാൻ പറയട്ടെ. എനിക്കൊന്നും അറിയില്ല, നീ എന്തെങ്കിലുമൊക്കെ പറ അവനെ വിളിച്ച്. എടാ നീ കാര്യം പറ, എനിക്ക് നീ ഇങ്ങനെ മിണ്ടാതിരുന്നാ ഒന്നും മനസ്സിലാവൂല. എടാ എല്ലാം കയ്യിന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്താ സംഭവം പറ. ചിന്നുനെ നാളെ കുറച്ച് ആൾക്കാർ പെണ്ണ് കാണാൻ വരും. അതിനെന്താ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? 2 ദിവസം കൊണ്ട് നിന്റെ കിളി പോയാ? ഓ, ഞാൻ നിന്റെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്, കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന എന്തിനാ? ഞാനൊന്ന് പറയട്ടെ, പെണ്ണ് കാണാനല്ലേ വരുന്നത്, അല്ലാതെ അവളെ കെട്ടിക്കൊണ്ടു പോകാനൊന്നല്ലല്ലോ. ഒരു കണ്ടു പോയിക്കോളും. എടാ അർജുന, ഇത് അങ്ങനെയല്ല. എങ്ങനെയല്ലാന്ന് നീ അത് ഈ കാര്യം ഒന്ന് തെളിച്ച് പറ. എന്തേ? നീ എന്താ കേട്ടെ? കല്യാണം ഉറപ്പിച്ചിക്കേ? എടാ എന്തൊക്കെ സംഭവിക്കുന്നേ, ഒന്ന് കാര്യമായിട്ട് പറയോ? ഓ അതല്ലേ ഉള്ളൂ, വേറെന്തോ? എന്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എടാ നീ ഒന്ന് വിശദമായി പറഞ്ഞതാ. എന്ത് സംഭവം? അത് ഞാൻ പറഞ്ഞുതരാം. ഇവള് ഇന്നലെ ഒരു കല്യാണത്തിന് പോയി. അപ്പോ അവിടെ ഒരു ചെക്കനുണ്ടായിരുന്നു, ഇവളെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാ. എന്നിട്ട് അവന് ഇവളെ വല്ലാതെ ഇഷ്ടപ്പെട്ട്. അപ്പം ഇവന്റെ വീട്ടുകാരോട് പോയി പറഞ്ഞ് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. എന്നിട്ടെന്താ, ഇവന്റെ വീട്ടുകാരൊക്കെ കൂടി ഇവളെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പം അവൾ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആടാ, ഇതിപ്പോ ഞാൻ വഴിയാതാരായി. എനിക്കൊക്കെ കൂടി കരച്ചിൽ വരുന്നു. അയ്യോ, എന്താ ചെയ്യാ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചേട്ടാ പാവണ്ട്, അവൾക്ക് നല്ല സങ്കടമുണ്ട്. എടാ ഫോൺ ചിഹ്നമായിരിക്കും, വേറെ ആരാ? പോയെടുക്ക്. ഞാൻ എടുത്തിട്ട് വരാം. ചെല്ല്. പാവണ്ടില്ലേ അർജുനേട്ടാ ചേട്ടൻ. ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ, നമ്മക്കല്ലേ ഇത് അറിയുള്ളൂ. നമുക്ക് ആന്റിനോടൊന്ന് സൂചിപ്പിച്ചിട്ടാലോ? നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ അവൻ സമ്മതിക്കുവോ? ചേട്ടാ അമ്മേനോട് പറയാ, വേറെ വഴിയില്ല. എനിക്കറിയില്ല, അവനും കൂടി വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഹലോ എടാ, നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. സജിനേട്ടാ, എനിക്ക് സജിനേട്ടനില്ലാതെ പറ്റൂല. എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, ഞാനും എന്റെ മാക്സിമം ശ്രമിക്കാം. നീ കരയില്ലട്ടോ, നീ കരഞ്ഞ എനിക്ക് സഹിക്കുവോ? കരയില്ലടാ. കരയൂല. എന്നെ കാണാൻ വരുമോ? ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല. എന്റെ വീട്ടില് മമ്മിയും പപ്പയൊക്കെ ഇല്ലേ? എനിക്ക് സജിനേട്ടനെ കാണണം. ഞാന് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വൈകുന്നേരം വരാം. വരണേ. മമ്മിയും പപ്പ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എനിക്കിതൊന്നും പറയാൻ പറ്റൂലല്ലോ. പപ്പയ്ക്ക് എന്തോ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വിളിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ചേട്ടനപ്പ വിളിച്ച് പറയാം. പിന്നെ എൻ്റെ എൻഗേജ്മെന്റും കൂടി നാളെ നടത്തുന്നാ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല സജിനേട്ടാ. എടാ നീ ഇങ്ങനെ ഡൗൺ ആവില്ലേ, ഞാൻ എന്തും ചെയ്യാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? പേടിക്കണ്ട കേട്ടോ. പിന്നെ എനിക്കൊരു പ്രോമിസ് താ.
എന്ത് പ്രോമിസ്? ഞാൻ ചേട്ടനല്ലാതെ വേറെ ആരെയും കിട്ടൂലെന്ന്. പ്രോമിസ്. ഞാനൊരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ അത് നിന്നെ തന്നെ ഉള്ളൂ, പോരെ? ഞാൻ വിളിക്കാട്ടോ. കരയല്ലേ? ഇല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ. അല്ലടാ അർജുനെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കാൻ? വേറെന്ത് സംഭവിക്കാൻ? അവനുള്ള ഞാൻ അവിടെ തന്നെ അങ്ങ് കൊടുത്ത്. പാവണ്ടാവും. ആ പിന്നെ ഭയങ്കര പാവം തന്നെ. അവനോടാരാ എന്റെ ഭാര്യനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞേ? ആ അതാണ് സ്പിരിറ്റ്. അമ്മേ, എടാ ഇവന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ. പണി പാളിയോ? അമ്മ അത് പിന്നെ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ പണി പാളി. അമ്മ എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോവും. അമ്മ എനിക്ക് ഇപ്പൊ പറയും. അതൊക്കെ ഉണ്ട്. എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടാ. ഞാൻ പറയാം, പക്ഷെ അമ്മ പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. എടാ ഒന്ന് പറ, ഇങ്ങനെ ലാഗ് അടുപ്പിക്കല്ലേ. അത് പിന്നെ നമുക്ക് അറിയുന്ന ആളൊക്കെ തന്നെയാ. ചിന്നു. ആ അതന്നെ. ഞങ്ങളൊരു വർഷമായിട്ട് ഇഷ്ടത്തിലാ. അമ്മ പ്ലീസ്, അമ്മയും കൂടി ഇങ്ങനെ പറയല്ലേ. അവള് പെണ്ണ് കാണാൻ നാളെ വരും. റിംഗ് എക്സ്ചേഞ്ച് അതിന്റെ കൂടെ നടത്തുന്നാ പറയുന്നേ. എന്നെ കൊണ്ട് പറ്റൂല അമ്മ. ഞാൻ വേറെ എന്താ ചെയ്യണ്ടേ? എനിക്ക് വേറെ ആരോട് പറയാനില്ല. ഇല്ല, എനിക്കൊന്നും അറിയില്ല. നാളെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാ അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. അമ്മ എനിക്കെന്തെങ്കിലും പറ്റിപ്പോവും. കാര്യമായിട്ട് പറയാ. എടാ മിണ്ടാതിരുന്നേ, എന്തൊക്കെയാ പറയുന്നേ? എങ്ങനെ സമാധാനപ്പെടാനാ ആന്റി? അവൾ എന്നെ വിളിച്ചിട്ടായി കരയുന്നത്. ഞാൻ എന്താ ചെയ്യാ? എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കാം. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നീ ചിന്നുനെ വിളിച്ചേ. എന്തിനാ? ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ, എന്ത് സജിനേട്ടാ? ഹലോ മോളെ. ആ ആന്റി. നീ എവിടെയാ? ഞാൻ വീട്ടില്. സംസാരിക്കാൻ പറ്റുമോ? ഓ ആന്റി. ആ ഫോൺ കൊടുത്താ സജിനെ. ഹലോ. ആ ആന്റി പറഞ്ഞോ. എടാ നീ ഇങ്ങനെ ഡൗൺ ആവല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതെന്നെ മോനെ, നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട. ആ ആന്റി. എടാ ഒരു കാര്യം പറയട്ടെ. ഉപദേശിക്കാണ്, മറ്റേ ഫിലോസഫി അടിക്കുകയാണെന്നൊന്നും വിചാരിക്കല്ലേ. പറ. നീ അവളെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചേ? എടാ നിനക്ക് തന്നെ കിട്ടും അവളെ, ഉറപ്പാണ്. എടാ അർജുനെ, എനിക്ക് എന്തൊക്കെയോ ആവുന്നടാ. നീ ഇന്ന് വെറുതെ ഇരുന്നേ. നീ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ, അതാ പ്രശ്നം. വരുന്നിടത്ത് വെച്ച് കാണാം. ആന്റി. എന്താ മോളെ? ആന്റി കരയാണോ? അങ്ങനെയൊന്നുമില്ല. ആന്റി എന്തിനാ കരയുന്നേ? അതൊന്നുമില്ല മോളെ. സജിനേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതെ. ആന്റിനോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ആന്റി, അവര് അത്രയ്ക്ക് ഇഷ്ടത്തിലാ. സജിനേട്ടന് അവളെന്ന് പറഞ്ഞ ജീവനാ. പിന്നെ അവളെ കാര്യം പറയണ്ടല്ലോ. ആ മോളെ, ഞാൻ അവളെ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ചേച്ചി. അയ്യോ മോളെ, നീ എവിടെ ഇരുന്നോ? വേണ്ടമ്മേ, അമ്മ ഇരുന്നോ. എന്തു പറ്റി? ചിന്നുനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? അവള് വല്ലാതെ കരയുന്നുണ്ട്. അവക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടാ. അവര് കുട്ടികള് നമ്മളോടല്ലേ അവരിഷ്ടം പറയണ്ടേ ചേച്ചി? അതെ, എനിക്കിതിലൊരു എതിർപ്പില്ല. പക്ഷേ ചേട്ടനെന്ത് പറയുന്ന അറിയില്ല. അവരോട് പറയുന്നതാണ് പ്രശ്നം. എന്തായാലും പറയാലേ? എന്തായാലും പറയാതിരിക്കണ്ട. ചേട്ടൻ സമ്മതിക്കാണെങ്കിൽ അതന്നെ നല്ലത് ചേച്ചി. ഇവിടെ ഹിറ്റ്ലറേ. എന്തോന്ന് അർജുനെ?
ഒരു സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് നീയല്ലോ സംസാരിക്കുന്നേ. പക്ഷെ അന്ന് മിണ്ടാതിരുന്നേ. എന്താ വിഷയം? സജിനെ പറ്റിയാ? അതെ, ഇത് നടത്തി കൊടുക്കുന്നത് തന്നെയാ ചേച്ചി ഞാൻ പറയുകയാണെങ്കിൽ നല്ലത്. അവരിഷ്ടമുള്ള കൂടെ അല്ലേ ജീവിക്കണ്ടേ? അർജുനെ, സജിൻ എവിടെ? അവൻ ഉറങ്ങാ. ഉറങ്ങേ? ഉറങ്ങായിരുന്നില്ല, കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയതാ തോന്നുന്നു. പാവണ്ട്. ഇല്ലില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ മൊത്തം പ്രശ്നാണ്. ഈ ചെക്കനൊന്നും അങ്ങോട്ട് വന്നാലല്ലേ നടക്കുള്ളൂ. ഇവൻ വേണല്ലേ ഇപ്പൊ എല്ലാത്തിനും. അതല്ല, ഇവന് ഭയങ്കര കുരുട്ടുബുദ്ധിയാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാലുകാലില് വീണോ. അവനോടൊരു സഹായല്ലേ. പറയാണ്ടോ. ഇത് എവിടുന്നാടാ വരുന്നേ? ഓ, ഇവിടെ ഉണ്ടേനോ? ഞാൻ വേറെ എവിടെ പോവാനാ? എവിടെ പോയി വരിക? ഞാനൊരു പാല് വാങ്ങാൻ പോയതാ. എന്നിട്ട് പാലെവിടെ? കട പൂട്ടി, പാല് കിട്ടിയില്ല. ബെസ്റ്റ്. എന്നാ ഞാൻ അങ്ങോട്ട്. പോയിക്കോ. ആരിത്? നിരാശകാമുകനോ? എന്താ അർജുനെ? ഓ, ഒരു തമാശ പറഞ്ഞതാ. അല്ല, അച്ഛന്റെ മൂഡ് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മൂഡില്ല. അടിയിട്ടോ? അതൊന്നും എനിക്ക് പ്രവചിക്കാൻ അറിയില്ല. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും. നിന്റെ അച്ഛനല്ലേ, സഹിച്ചാള്. വേറെ വഴിയില്ല. ചേടാ, ഈ അമ്മ അതെവിടെ പോയി കിടക്കുക? അമ്മയും വാ. അമ്മ പ്ലീസ്, ജീവിത പ്രശ്നമായി പോയി. നീ വരണേ. എന്തിനു തല്ലുകൊള്ളാനോ? എന്റെ കല്യാണം കഴിഞ്ഞതാടാ. എടാ എന്താടാ പ്ലീസ്, എനിക്ക് നീയല്ലേ ഉള്ളൂ. അർജുനെ, നല്ല കുട്ടിയല്ലേ. ഓ, സോപ്പിട്ട് കുഴി ചടിക്കാൻ നോക്കുക. പണ്ട് മുതലേ നമ്മളെല്ലാം ഒരുമിച്ചാ വാങ്ങുന്നതും കഴിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. ഇനി നിനക്ക് വേണ്ടി അടി ഞാൻ കൊള്ളണോ? പ്ലീസ് എടാ. ശരി, ഇതൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ മറക്കുവോ? ഈശ്വരാ, എല്ലാം നല്ലതുപോലെ നടക്കണേ. എന്താ അമ്മേ? ഇതെന്താ, അത് എല്ലാരും ഉണ്ടല്ലോ. എന്തേ? എന്താടാ? അത് അച്ഛ. ഇല്ല, എന്താകും എന്തോ. എന്താടാ പറ. അതന്നെ. എന്തേ? അത് പിന്നെ അച്ഛ, എനിക്ക്. നിനക്ക്? പറയട്ടെ. എടാ, നീ എന്നോടല്ലേ പറയുന്നേ, പറ. അത് പിന്നെ അച്ഛ, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടാ. എന്താ പറഞ്ഞേ? എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടാന്ന്. ആണോ മാളുവോ? ആരാ? നമുക്ക് അറിയുന്ന ആരെങ്കിലും ആണോ? ചോദിച്ചതിനെന്താ മറുപടി ഒന്നുമില്ലേ? അതച്ഛ, നമുക്കറിയുന്ന ആളെന്നെ. ആരാന്ന് പറ. അത് നീ പറയുന്നുണ്ടോ? ചിന്നു ഇല്ലേ? ഏത് ചിന്നു? നമ്മള് മീരന്റെ കോളേജ് പഠിക്കുന്ന. രാജു, നീ എന്താ ഈ കാണിക്കുന്നേ? വിട്ടേ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവൻ പറഞ്ഞു കേട്ടില്ലേ? നാണെന്താടാ നിനക്ക്? നീ മിണ്ടരുത്. അവനവന്റെ അനിയത്തിന്റെ പ്രായമുള്ളവളെ പ്രേമിക്കാൻ കണ്ടുള്ളൂ. വിട്ടേക്ക്, കുട്ടികളല്ലേ. നീ മേലെ ഈ കാര്യം പറഞ്ഞെടുത്ത് വന്നേക്കരുത് കേട്ടോ. അവൻ ഓരോന്ന് ഉണ്ടാക്കി വെക്ക. നാണെന്താടാ നിനക്ക്? പറയുമ്പോ അനിയത്തിന്റെ പ്രായമുള്ളൂ. പ്രായം നോക്കിട്ടാണോ ഇഷ്ടപ്പെടുക? ഡാടാടാ, നീ എന്നോട് തിരിച്ചു പറയാനായോ? സോറി അച്ഛാ. ചേടാ, കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? അവരച്ഛനും മോനും സംസാരിക്കുന്നതിൽ ഞാൻ. കേറി പോടാത്ത്. അച്ഛാ. നിനക്കിത് നേരത്തെ അറിയുന്നോ? ഓരോന്ന് ഉണ്ടാക്കി വെച്ചോളൂ. നീ എന്തിനാ അടിക്കാൻ നിന്നേ? പിന്നെ ഞാൻ എന്താടാ ചെയ്യണ്ടേ? എങ്ങോട്ട്? സജിന്റെ അടുത്തേക്ക്. സോറി ചിന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. നീ തന്ന പ്രോമിസ് പോലെ എനിക്കത് പാലിക്കാൻ പറ്റൂല. ഓ എന്റെ സജിനെ, എന്താ? എടാ, ഞാനത്ര ടെൻഷൻ അടിച്ചെന്നറിയപ്പോ. ഒന്ന് വിളി കേട്ടോടാ നിനക്ക്. വിളി കേൾക്കാൻ പറ്റിയ സാഹചര്യത്തിലാണല്ലോ. എനിക്കൊന്നും അറിയില്ല. എടാ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. നമുക്ക് നീ വഴി ഉണ്ടാക്കാം. എന്ത് വഴി അർജുനെ? നീ കേട്ടതല്ലേ അച്ഛൻ പറഞ്ഞതൊക്കെ? ഞാൻ എല്ലാം കൊണ്ട് മടുത്തിരിക്ക. അങ്ങനൊന്നും പറയല്ലേ. എന്റെ ഇഷ്ടം ആരും മനസ്സിലാക്കുന്നില്ലല്ലോടാ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ.
അവർക്ക് മനസ്സിലാവും. എപ്പോ? നാളെ അവരവളെ കൊണ്ടുപോയിട്ടോ. പിന്നെ ആർക്ക് വേണ്ടി അവർ മനസ്സിലാക്കുന്നേ? ചേടാ എന്താ ചെയ്യാ? മതിയടാ, വാ നമുക്ക് കിടക്കാം. ഇനി നാളെ നോക്കാം, വാ. നീ പോയി കിടന്നോ. ഞാനൊന്നും ഉറങ്ങുന്നൊന്നുമില്ല. നീ ചിന്നുനെ വിളിച്ചാ? ഞാനിനി അവളെ വിളിക്കൂല. എടാ നീ അങ്ങനൊന്നും പറയല്ലേ. എടാ ഞാൻ വിളിക്കുന്ന ഓരോ വിളിയിലും അവൾക്ക് ഭയങ്കര പ്രതീക്ഷയാ. ഇപ്പൊ ഞാൻ വിളിച്ചാലും അവള് വിചാരിക്കുന്നത് ഞാനെന്തോ, എനിക്കറിയില്ല അർജുനെ. ചേടാ സജിനേട്ടൻ എന്താ വിളിക്കുക പോലും ചെയ്യാത്തെ? ഇന്നലെ രാത്രി ഒന്നും വിളിച്ചില്ലല്ലോ. അർജുനേട്ടൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഷേ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. അത് ശരി, നീ മാറ്റുന്നില്ല ചിന്ന? ആ മമ്മി മാറ്റാ. ദേ അവരൊക്കെ ഇപ്പൊ വരൂ കേട്ടോ. മാറ്റാ മമ്മി. നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇന്നലെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാ, എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ ഉള്ള പോലെ. അത് പിന്നെ മമ്മി. എന്താ മോളെ? മമ്മീനോട് പറ. മമ്മി, ഞാൻ മമ്മീനോട് പറയാം, പക്ഷെ പപ്പേനോട് പറയല്ലേ. എന്താ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല മമ്മി. അതെന്താ? എനിക്ക് പഠിച്ചാ മതി. പിന്നെ അബ്രോഡൊന്നും വരാൻ എനിക്കാവൂല. അത് അവര് മോളെ പഠിക്കാനൊക്കെ വിട്ടോളൂ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ചെക്കനാ. എത്ര നല്ല ചെക്കനായാലും എനിക്ക് വേണ്ട. എനിക്കൊരു ചെക്കൻ ഓൾറെഡി ഉണ്ട്. നീ എന്താ ഈ പറയുന്ന ചിന്നോ? ആ അമ്മേ, എനിക്കൊരു ചേട്ടനെ ഇഷ്ടാ. എന്റെ മോളെ, പപ്പ കേക്കണ്ട. മമ്മി ഇത് പപ്പനോട് പറയണ്ട. ആ മേക്കപ്പിന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ വരും, നീ മാറ്റേ. ഞാൻ എങ്ങനെ? മോള് ഞാൻ പറയുന്ന കേക്ക്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പപ്പ സമ്മതിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അതിന് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. ഈ ചെക്കന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് മോളെ, നീ വിശ്വസിക്കല്ലേ. മമ്മി സാജിനേട്ടൻ അങ്ങനെ നല്ല. നീ എന്തായാലും മാറ്റാൻ നോക്ക്. ഇതെങ്ങാനും പപ്പ വന്ന് കണ്ടാണ്ടല്ലോ. ശരി. ചേട്ടാ ചായ. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റില്ലല്ലോ. മുഖമൊക്കെ ഇല്ലാതിരിക്കുന്നേ. ഇന്നലെ നിന്റെ മോനെ ചീത്തറിഞ്ഞോണ്ടാ? അങ്ങനെയൊന്നുമില്ല. അവന് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ? ആണെന്നാ പറയുന്നേ. നീ ആ പെങ്കൊച്ചിനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചിരുന്നു. ആ കുട്ടി ഭയങ്കര കരച്ചിലാ. അവളെ വീട്ടിലറിയത്? ഇല്ലാന്നാ സജിൻ പറഞ്ഞേ. ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെയല്ലേ കല്യാണം കഴിക്കേണ്ടത്. അവനെ താഴേക്ക് വിളിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ശരി. സജിനെ, ചിന്നുനെ വിളിച്ചിരുന്നോ? ഇല്ല, മെസ്സേജ് അയച്ചിരുന്നു. എന്തു പറഞ്ഞു? അവിടെ പരിപാടിയൊക്കെ തുടങ്ങി. ചെക്കൻ വന്നോ? ഓൺ ദ വേ ആന്നാ പറഞ്ഞേ. സജിനെ, എന്താ അമ്മേ? നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, താഴേക്ക് ചെല്ല്. ഞാനില്ല. താഴേക്ക് ചെല്ലേ. ഡാ, അച്ഛാ. നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടാ? ആ അച്ഛാ. ഉറപ്പാണല്ലോ? ആ ഉറപ്പാ. അവിടെ ചെക്കനും വീട്ടുകാരൊക്കെ വന്നോ? വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. മാറ്റാൻ നോക്കുന്ന വണ്ടി എടുക്കുന്നിട്ട്. ഏ? ആ, നമ്മളവിടെ വീട്ടിലേക്ക് പോവാ. അച്ഛൻ കാര്യമായിട്ട് പറയണോ? ആടാ, സമയം കളയല്ലേ, വേഗം. സജിനെ, മാറ്റി വേഗം. പോവല്ലേ? സജിനെ, നീ അവളെ വിളിച്ചു പറ. എന്താ അച്ഛാ പറയണ്ടേ? അവളെ കാമുകൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറ. പറയാ അച്ഛാ. മോനെ അർജുനെ, യെസ് ബോസ്. വണ്ടി എടുക്കടാ. ഓക്കെ. സജിനേട്ടൻ ഇത്ര നേരായിട്ടൊന്ന് വിളിക്കുകയും ചെയ്തില്ലല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കൂല. സജിനേട്ട ഒന്ന് വേഗം വാ. അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കെങ്കിലും ചെയ്യ്. ഈ കാറിന്റെ സൗണ്ട് ഞാൻ എവിടെയോ. സജിനേട്ടാ, എല്ലാരും ഉണ്ടല്ലോ.